ഇന്ന് ഡിസംബർ 24 ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്ന സിനിമകളുടെ ഇതുൾപ്പെടെ 8 OTT റിലീസ് അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആദ്യത്തേത് രക്ഷിത് ഷെട്ടിയുടെ കന്നഡ സിനിമ കൂടിയ SSC സൈഡ് B എന്ന സിനിമയാണ്. സപ്തസാഗർതാച്ച യെല്ലോ എന്ന സിനിമ കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് അൺഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നതാണ്. കൂടാതെ അന്യഭാഷ ട്രാക്കേഴ്സ് എല്ലാം തന്നെ 100% ഉറപ്പിക്കുന്ന ഒരു OTT അപ്ഡേറ്റ് എല്ലാം തന്നെ പുറത്തു വന്നതാണ്. എന്നാൽ സിനിമ OTT റിലീസ് ചെയ്തിരുന്നില്ല. എന്താണ് കാരണം എന്നത് വ്യക്തമല്ല. എന്നാൽ അധികം വൈകാതെ സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരം. മലയാളം ഉൾപ്പെടെ ഭാഷകളിൽ അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആമസോൺ പ്രൈമിലൂടെയുള്ള സിനിമയുടെ OTT റിലീസ് ഏത് ദിവസവും പ്രതീക്ഷിക്കാമെന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് മംഗളവാരം എന്ന മറ്റൊരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചൊവ്വാഴ്ച എന്ന പേരിൽ മലയാളം ഡബ് കേരളത്തിൽ കൂടി റിലീസ് ചെയ്ത ഈ തെലുഗു സിനിമ നാളെ അർദ്ധരാത്രി 12 മണിയോടെ ഡിസംബർ 26 തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഉൾപ്പെടെയുള്ള ഭാഷകളിൽ സിനിമ OTT റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി കൺഫേം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ വർഷം ഒരുപാട് മാസങ്ങൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയൊരു തമിഴ് ചിത്രമാണ് ലൈസൻസ്. ചിത്രം ഈ ആഴ്ച ഡിസംബർ 29 തീയതി ആഹ തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. നാലാമത്തെ അപ്ഡേറ്റ് അന്നപൂരണി എന്ന ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഡിസംബർ 1 റിലീസ് ചെയ്ത നയൻതാര സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ തമിഴ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി ഒരു മാസത്തിനുള്ളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് നേരത്തെ പലതവണ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഈ ആഴ്ച ഡിസംബർ 29 മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. ഹിന്ദിയിൽ നിന്നും 2024 OTT റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ OTT സീരീസ് ആണ് കർമ്മ കോളിംഗ്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ സീരീസ് ജനുവരി 26 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ലഭ്യമാകുന്നതാണ്. ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്ന ഏറ്റവും പുതിയ ഹിന്ദി സിനിമയാണ് കോ ഗയേ ഹും കഹൻ എന്ന സിനിമ. ചിത്രം നാളെ അർദ്ധരാത്രി 12 മണിയോടെ ഡിസംബർ 26 നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസിനൊരുങ്ങുന്ന മറ്റൊരു ഹിന്ദി സീരീസ് ആണ് ദി ലെജൻഡ് ഓഫ് ഹനുമാന്റേത്. ഈ ഹിന്ദി സീരീസിന്റെ മൂന്നാമത്തെ സീസൺ വരുന്ന ജനുവരി 12 തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റും ഏറ്റവും പുതിയതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഹിന്ദി സിനിമയുടേതാണ്. ഡങ്കി എന്നാണ് സിനിമയുടെ പേര്. ഷാറുഖ് ഖാൻ നായകനെ എത്തിയ തിയേറ്ററുകളിൽ നിന്ന് വളരെ മികച്ച അഭിപ്രായങ്ങൾ, പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ രാജ്കുമാർ ഹിറാനി സിനിമയുടെ OTT അവകാശങ്ങൾ ജിയോ സിനിമാസ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ OTT റിലീസ് ഉടനൊന്നും തന്നെ ഉണ്ടാകില്ല എന്നാണ് വിവരം. ഏതൊരു ഹിന്ദി സിനിമയുടേതും പോലെ 50 ദിവസങ്ങൾക്ക് ശേഷമേ സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ജിയോ സിനിമാസ് OTT പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അതിനേക്കാൾ ഏറെ വൈകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനും കഴിയില്ല. നിലവിലെ ഫെബ്രുവരി മാസമോ മാർച്ച് മാസമോ ഡങ്കി OTT റിലീസ് ചെയ്യുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ജിയോ സിനിമാസ് ആയതുകൊണ്ട് സിനിമയുടെ OTT റിലീസ് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. കാത്തിരിക്കൂ ഡങ്കി എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം.